നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാമിൽട്ടൺ ജേക്കോബി ഇക്വേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഹാമിൽട്ടൺ ജേക്കോബി തിയറിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹാമിൽട്ടൺ ജേക്കോബി തിയറി ഓർ മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു മെക്കാനിക്കൽ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുകയാണ് ഈ ഒരു തിയറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഫിസിക്സിലെ ഒരു മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുക അക്കോർഡിംഗ് ടു ദെയർ ഇനീഷ്യൽ കണ്ടീഷൻ. നമുക്കൊരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടാവും. ആ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ച് നമുക്കൊരു ഒരു മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുക ബൈ ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് Q എന്ന് പറയുന്ന ഒരു P എന്ന് പറയുന്ന ഒരു ഓൾഡ് കോർഡിനേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ് ഒരു ക്യാപിറ്റൽ P ക്യാപിറ്റൽ Q എന്നുള്ള ഒരു ന്യൂ കോർഡിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, റീപ്ലേസ് ചെയ്തു. ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്യാപിറ്റൽ P എന്ന് പറഞ്ഞതും അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യാണ്. അതായത് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ Qനെയും ക്യാപിറ്റൽ Pനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ QP എന്ന് പറയുന്നത് ഒരു Q0 P0 എന്ന് പറയുന്ന അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂയിലേക്ക്, ഇവിടെ Q എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ദെയർ ഇനീഷ്യൽ കണ്ടീഷൻ, അത് ഇനീഷ്യൽ കണ്ടീഷനുമാണ്. അപ്പോൾ ആ ഒരു ടേം വെച്ച് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുക, ദെൻ മെക്കാനിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇവിടെ Q0 P0 എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് HJ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു Q എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് Q ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q0 P0 ആൻഡ് T ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ക്യാപിറ്റൽ P എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q0 P0 ആൻഡ് T എന്നുള്ളതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് എ ഡിസൈഡ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷൻ ഫോർ ദ HJ മെത്തേഡ്. ഓക്കെ, ഡിസൈഡ് മെത്തേഡ്. ഇനി നമുക്കിതിൻ്റെ ഒരു ഇക്വേഷനിലേക്ക് പോകാം, ഹാമിൽട്ടൺ ജേക്കോബി ഇക്വേഷൻ്റെ കേസിലേക്ക്. ഹാമിൽട്ടൺ ജേക്കോബി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹാമിൽട്ടൺ ജേക്കോബി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമ്മളിവിടെ ഒരു ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷൻ, ക്യൂവിനെ ക്യാപിറ്റൽ Q ആയിട്ടും സ്മോൾ പീനെ ക്യാപിറ്റൽ P ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ട്രാൻസ്ഫർമേഷൻ നടത്താണ്. അപ്പോൾ ഇവിടെ നടത്തുന്നത് എന്താണ്, ഒരു ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷനാണ്. ദാറ്റ് ഈസ് H ഡാഷ് ഇസ് ഈക്വൽ ടു H പ്ലസ് ഡോ F ഡിവൈഡ് ബൈ ഡോ T എന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു H ഡാഷ് ഇസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് H, അല്ലെങ്കിൽ H ഈസ് റീപ്ലേസ്ഡ് ആസ് H ഡാഷ്. H എന്ന് പറയുന്നത് QPT എന്ന് പറയുന്ന ഫംഗ്ഷനും H ഡാഷ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q ക്യാപിറ്റൽ PT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ട്രാൻസ്ഫർമേഷൻ നടത്തുന്നത്. സോ ഇറ്റ് ഈസ് എ ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫർമേഷൻ. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, F2 ആയിരിക്കും. ദറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് Q ക്യാപിറ്റൽ P ആൻഡ് T എന്നതായിരിക്കും. ഓക്കെ, ഫ്രം ദിസ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ Q ഡോട്ട് ഇസ് ഈക്വൽ ടു ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻ പ്രകാരം Q ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ H ഡിവൈഡ് ബൈ ഡോ P എന്നതാണ്. അതുപോലെ P ഡോട്ട് എന്ന് പറയുന്നത് ദറ്റ് ഈസ് മൈനസ് ഡോ H ഡിവൈഡ് ബൈ ഡോ Q. ഇത് ഹോൾഡ് കോർഡിനേറ്റ് വെച്ചിട്ടുള്ള ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷനാണ്. ഇനി നമ്മൾ പുതിയ കോർഡിനേറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ക്യാപിറ്റൽ Q ക്യാപിറ്റൽ P H ഡാഷ്. അങ്ങനെയാണെങ്കിൽ ന്യൂ ഹാമിൽട്ടൺ കാനോണിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, Q K ഡോട്ട് ഇസ് ഈക്വൽ ടു, ഇവിടെ ചെയ്യേണ്ട കേട്ടോ, ഡോ H ഡാഷ് ഡിവൈഡഡ് ബൈ ഡോ PK ആൻഡ് PK ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ H ഡാഷ് ഡിവൈഡഡ് ബൈ ഡോ QK എന്ന് എഴുതാം. ഓക്കെ, ഇനി H ഡാഷും എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് Q ക്യാപിറ്റൽ P ആൻഡ് T ആണ്. H ഡാഷ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു HJ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ Q ഈസ് കൺസിഡർ ആസ് Q0 P0 ആൻഡ് T ആൻഡ് ക്യാപിറ്റൽ P ഈസ് കൺസിഡർ ആസ് ക്യാപിറ്റൽ P ഇൻറ്റു P ഓഫ് Q0 P0 ഇൻറ്റു T. അതായത് ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട്, അതായത് കോൺസ്റ്റൻറ്റ് ടേം വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ Qനെയും ക്യാപിറ്റൽ Pനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ H ഡാഷ് എന്ന് പറയുന്നത്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ Q ഡോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈം ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഇനീഷ്യൽ കണ്ടീഷനാണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ അതിന് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 0 ആയിട്ട് വരും. ഇവിടെ പി എന്ന് പറയുന്ന ടേം 0 എടുക്കുന്ന സമയത്ത്, ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 0 ആയിട്ട് വരും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോൺസ്റ്റൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്യൂനെയും ക്യാപിറ്റൽ പിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് Q0 P0, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ടൈം ഈസ് എക്സ്പ്ലിസിറ്റ്. പി എന്ന് പറയുന്നത് Q0 P0, അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് HC ഇക്വേഷൻ, ഈ HC ഇക്വേഷൻ വെച്ച് നമുക്ക് QK ഡോട്ട് സീക്വൽ ടു 0 ആണെങ്കിൽ H ഡാഷ് ഇസ് സൈക്ലിക് PK എന്ന് പറയാം. ഫ്രം PK ഡോട്ട് സീക്വൽ ടു 0 ആണെങ്കിൽ H ഡാഷ് ഇസ് സൈക്ലിക്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് മീൻ ചെയ്യുന്നത്. അതെന്തിന് സൈക്ലിക് ആയിരിക്കും? QKക്കും സൈക്ലിക് ആയിരിക്കും. ഇത് രണ്ടും മീൻ ചെയ്യുന്നത് എന്താണ്? H ഡാഷ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും എന്നതാണ്. H ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ. ഇനി നമ്മളിവിടെ ഒരു ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർമേഷൻ നടത്തണമെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സെക്കൻഡ് ഫോമിലുള്ള ഫംഗ്ഷൻ ആയിരിക്കണം. സെക്കൻഡ് ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് H ഡാഷ് ഇസ് ഈക്വൽ ടു H പ്ലസ് ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ടി ഇസ് എ സെക്കൻഡ് ഫംഗ്ഷൻ. ഇതിൽ H ഡാഷ് 0 ആണെന്ന് പറഞ്ഞാൽ ഫ്രം ദിസ് H ഓഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് Q P ആൻഡ് T പ്ലസ് ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദിസ് ഈസ് ദ ജനറൽ ഫോം. H ഓഫ് Q P T പ്ലസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0. ഇനി സെക്കൻഡ് ഫോമാണ് പറഞ്ഞു. സെക്കൻഡ് ഫോം വെച്ച് നമുക്ക് സ്മോൾ പി കണ്ടുപിടിക്കാൻ പറ്റും, ദാറ്റ് ഈസ് ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ Q എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് H ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് QK n വാല്യൂസ് ഉണ്ടാവും, ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ QK ആൻഡ് ടൈം പ്ലസ് ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ. ഇത് സെക്കൻഡ് ഫോമിൻ്റെ റിലേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതിയതാണ് ഈ ഫോം. ഓക്കെ. അപ്പോൾ H ഓഫ് QK ഡോ F2 ഡിവൈഡ് ബൈ ഡോ QK ടൈം T പ്ലസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ടൈം ഡെറിവേറ്റീവ് നമ്മൾ കാണുകയാണ്. അതിനു മുമ്പ് ഫംഗ്ഷൻ F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ആദ്യം ഡിസ്കസ് ചെയ്യണം. സെക്കൻഡ് ഫോമാണ്. സെക്കൻഡ് ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് Q ക്യാപിറ്റൽ P ആൻഡ് T. അങ്ങനെയാണെങ്കിൽ ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു, അതായത് ഇതിൻ്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസിലേക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ സിഗ്മ ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ QK ഇൻറ്റു QK ഡോട്ട് പ്ലസ് സിഗ്മ ഡോ F2 ഡിവൈഡ് ബൈ ഡോ PK ഡോട്ട് പ്ലസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി. ഇനി നമ്മൾ പറഞ്ഞു PK ഡോട്ട് എന്ന് പറയുന്നത് 0 ആണ് ബൈ ഹാമിൽട്ടൺ ജേക്കോബി ഇക്വേഷൻ. അതുപോലെ QK ഡോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ QK എന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡോ F2 ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ QK, സോറി ദിസ് ഈസ് PK എന്നാണ്. PK സിഗ്മ PK QK ഡോട്ട് രണ്ടാമത്തെ സെമറ്റ് 0 ആയിപ്പോയി ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് H ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു -H എന്ന് എഴുതാം. ഏത് ഇക്വേഷൻ വെച്ചിട്ട് H പ്ലസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0. ഈ റിലേഷൻ വെച്ച് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി എന്ന് പറയുന്നത് -H ആണ്. അപ്പോൾ ഇവിടെ -H that is equal to Lagrangian. So F2 can be written as integral L into dt, that is x is called action. ഇതിന് ആക്ഷൻ എന്നാണ് പറയുക. ഈ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ പറയുന്നത് ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്നാണ് പറയുക. ഹാമിൽട്ടൺ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്നാണ് ഇതിന് നമ്മൾ പറയുക. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഹാമിൽട്ടൺ ജേക്കോബി ഇക്വേഷൻ. അപ്പോൾ ഹാമിൽട്ടൺ ജേക്കോബി ഇക്വേഷൻ നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് എഴുതിയത് ഇങ്ങനെയായിരുന്നു, H ഓഫ് QK ഡോ F2 ഡിവൈഡ് ബൈ ഡോ QK ആൻഡ് ടൈം T പ്ലസ് ഡോ F2 ഡിവൈഡ് ബൈ ഡോ ടി ഈക്വൽ ടു 0. ഇത് നമുക്ക് എങ്ങനെ മാറ്റാം? H ഈസ് എ ഫംഗ്ഷൻ ഓഫ് QK ഡോ X ഡിവൈഡഡ് ബൈ ഡോ QK ആൻഡ് ടൈം T പ്ലസ്
dou x divided by dou t is equal to 0. This equation is called Hamilton-Jacobi equation. Hamilton-Jacobi equation എന്നാണ് പറയുക. ഇവിടെ n+1 വേരിയബിൾസാണ് ഇവിടെ വരുന്നത്. അതായത് n വേരിയബിൾസ് ഓഫ് ക്യൂ കെയും 1 വേരിയബിൾസ് ടൈമും ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്, n+1 വേരിയബിൾ. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ്, എങ്ങനെ എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു f2. സോ എക്സ് ഈസ് ഈക്വൽ ടു ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ കെ ക്യാപിറ്റൽ പി കെ ആൻഡ് ടി എന്നതാണ്. സോ ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ കെ പി കെ എന്ന് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേമാണ്. പി കെ ഈസ് എ ഫങ്ഷൻ ഓഫ് Q0 P0 എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ കെ. ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു, ആൽഫ കെ. സോ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ കെ ആൽഫ കെ ആൻഡ് ടി എന്ന് നമുക്ക് എഴുതാം. ദിസ് ഈസ് എ സൊല്യൂഷൻ. സോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് Q1 എക്സെട്ര Qn മുതൽ ആൽഫ 1 മുതൽ ആൽഫ n വരെ ആൻഡ് ടൈം ടി. ഇവിടെ n വാല്യൂസ് ഓഫ് ക്യൂ വരുന്നുണ്ട്, 1 വാല്യൂസ് ഓഫ് ടി വരുന്നുണ്ട്, n വാല്യൂസ് ഓഫ് ആൽഫയും വരുന്നുണ്ട്. ഇതിൽ ക്യൂ കെയും ടിയും എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളാണ്. ആൽഫ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റൻ്റ് ആണ് ഇതിന് പറയുക ആൽഫന്. കാരണം ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ്, പി കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. കാരണം ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ പി കെ നമ്മൾ റെഫർ ചെയ്യുന്നത്. സോ പി കെ ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആൽഫ പി കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫ വെച്ചിട്ടാണ്. സോ ആൽഫ ഈസ് എ ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റൻറ്റ് എന്നാണ് നമ്മൾ പറയുക, ഇൻഡിപെൻഡൻറ്റ് കോൺസ്റ്റൻറ്റ്. സോ പി കെ ഈക്വൽ ടു ആൽഫ കെ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഫ്രം ദിസ് വൺ എക്സ് ഈസ് ഈക്വൽ ടു ഈസ് എ ഫങ്ഷൻ ഓഫ് Q1 Qn ആൽഫ 1 ടൈം ടി എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ Q ഈസ് എ ഫങ്ഷൻ ഓഫ്, നമുക്ക് എഴുതാം, Q ഈസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു സെക്കൻഡ് ജനറേഷൻ ഫങ്ഷൻ ഡോ F2, അതായത് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ക്യൂ കെ ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ ആൽഫ ആൻഡ് ടി. ഫ്രം ദിസ് ക്യൂ കെ ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ കെ ആൽഫ ആൻഡ് ടി, ആൽഫ കെ. ഈ ടേംസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ഒരു ഡിസേർഡ് ട്രാൻസ്ഫർമേഷൻ ഇക്വേഷനായിട്ട് നമുക്ക് ഈ റിലേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നാണ് നമ്മളിതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്യൂ കെ ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ കെ ആൽഫ കെ, അതായത് ആൽഫ കെ എന്നുള്ള ടേംസ് വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടൈം എന്നുള്ള റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ജനറേഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് ക്യൂ കെ ഈക്വൽ ടു ഡോ F2 ഡിവൈഡ് ബൈ ഡോ പി കെ എന്നതാണ്. സോ ദാറ്റ് ക്യൂ കെ എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് കോൺസ്റ്റൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ബീറ്റ. സോ ബീറ്റ ഈക്വൽ ടു ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ആൽഫ കെ. ബീറ്റ കെ ഈക്വൽ ടു ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ ആൽഫ കെ. എക്സ് എന്ന് പറയുന്നത് ക്യൂ കെ ആൽഫ കെ ദെൻ ടി എന്നുള്ള ടേംസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫ്രം ദിസ് ഇക്വേഷൻ ക്യൂ ഈസ് എ ഫങ്ഷൻ ഓഫ് ആൽഫ കെ ബീറ്റ കെ ആൻഡ് ടി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ മാറ്റി എഴുതാൻ പറ്റും. ക്യൂ ഈക്വൽ ടു ക്യൂ ഓഫ് ആൽഫ കെ ബീറ്റ കെ ആൻഡ് ടി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ മാറ്റി എഴുതാം. ഓക്കെ, ഇനി സെക്കൻഡ് ജനറേഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ സ്മോൾ പി എന്ന് പറയുന്നത് നമ്മളെങ്ങനെ എഴുതിയിരുന്നു, സ്മോൾ പി ഈക്വൽ ടു ഡോ F2 ഡിവൈഡ് ബൈ ഡോ ക്യൂ കെ എന്ന് നമ്മൾ എഴുതിയിരുന്നു. ഫ്രം ദിസ് സ്മോൾ പി ഈക്വൽ ടു ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ക്യൂ കെ ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ കെ ആൽഫ കെ ആൻഡ് ടി. ദെൻ അപ്പോൾ ഇവിടെ പി ഈസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ കെ ആൽഫ കെ ആൻഡ് ടി. ക്യൂ കെ എന്ന് പറയുന്നത് ഇസ് എ ഫങ്ഷൻ ഓഫ് ആൽഫ ബീറ്റ ആൻഡ് ടൈം ടി. അപ്പോൾ ഈ രണ്ട് റിലേഷനും കൂടി നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പി ഇസ് എ ഫങ്ഷൻ ഓഫ് പി ഓഫ് ആൽഫ കെ ബീറ്റ കെ ആൻഡ് ടി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ക്യൂവിനെയും പിനെയും
അതായത് ഓൾഡ് കോർഡിനേറ്റിനെ നമ്മൾ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടുള്ള, അതായത് ആൽഫ ബീറ്റ എന്നുള്ള 2 കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡാണ് എന്ത്, ഹാമിൽട്ടൺ ജാക്കോബി മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ്. ദാറ്റ് മീൻസ് ക്യൂ എന്നുള്ള ഒരു ഫംഗ്ഷനെ സ്മോൾ പി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനെ നമ്മൾ ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ പി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഈ ക്യാപിറ്റൽ ക്യൂവും ക്യാപിറ്റൽ പിയും അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യൂ പി എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ആൽഫ ബീറ്റ 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ബീറ്റ ക്യൂനെയും ബീറ്റ എന്നും പീനെ ആൽഫ വെച്ചിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്യൂ പി എന്ന് പറയുന്നത് ബീറ്റിൻ്റെയും ആൽഫൻ്റെയും ടേംസിൽ നമ്മൾ ട്രാൻസ്ഫർമേഷൻ ചെയ്യുക. ഈ ഒരു മെത്തേഡാണ് എന്ത്, ഹാമിൽട്ടൺ ജാക്കോബി മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഹാമിൽട്ടൺ ജാക്കോബി മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് നമ്മൾ പോകുന്നത്, ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം പറയണം. സോ എച്ച് സീക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ എന്നതാണ്. ഹാമിൽട്ടൺ ഇത് ഓൾഡ് കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫ്രം ദിസ് പി സീക്വൽ ടു ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എസ് ഡിവൈഡഡ് ബൈ ഡോ ക്യൂ. സോ എച്ച് സീക്വൽ ടു, എച്ചിൻ്റെ തിയറി വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. എച്ച് സീക്വൽ ടു 1 ഡിവൈഡ് ബൈ 2m ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ക്യൂ ഓൾ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അക്കോർഡിംഗ് ടു എച്ച് ജെ തിയറി എന്തായിരുന്നു, എച്ച് ജെ തിയറി പറയുന്നത് എച്ച് പ്ലസ് ഡോ എസ് ഡിവൈഡഡ് ബൈ ഡോ ടി സീക്വൽ ടു 0. ഇതാണ് എച്ച് ജെ തിയറി പറയുന്നത്. ഇതിലേക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 1 ഡിവൈഡ് ബൈ 2m ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ഓൾ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ പ്ലസ് ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ടി സീക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്, ക്യൂവിൻ്റെ ടേംസ് ആയിട്ടും ടൈമിൻ്റെ ടേംസ് ആയിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. സോ 1 ഡിവൈഡ് ബൈ 2m ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ ക്യൂ ഓൾ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ സീക്വൽ ടു മൈനസ് ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. ആൽഫ വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുന്നത്. ഇയർ ഡോ എസ് ഡിവൈഡഡ് ബൈ ഡോ ടി സീക്വൽ ടു മൈനസ് ആൽഫ. ഫ്രം ദിസ് എക്സ് സീക്വൽ ടു minus alpha t plus a constant w is a function of q alpha. ക്യൂയും ആൽഫയും വെച്ചിട്ട് ഞാൻ ക്യൂ ടി എന്നുള്ള റെപ്രസെൻറ്റേഷൻ വെച്ച് ഞാൻ ആൽഫിന് ഒമേഗ ഡബ്ല്യുവിനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഫ്രം ദിസ് ഡോ എസ് ഡിവൈഡഡ് ബൈ ഡോ ടി സീക്വൽ ടു മൈനസ് ആൽഫ ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ക്യൂ സീക്വൽ ടു ഡോ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡോ ക്യൂ. ഈ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. ടൈം വെച്ച് ഡിഫറൻഷ്യൽ ചെയ്യുകയാണെങ്കിൽ മൈനസ് ആൽഫ, ക്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യുവിൻ്റെ ടേംസ് ഇട്ട്, കാരണം ഡബ്ല്യു ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ക്യൂ. അപ്പോൾ ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ ക്യൂ എന്ന് വരും. ഈ ഒരു വാല്യൂ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 ഡിവൈഡ് ബൈ 2m ഡോ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡോ ക്യൂ ഓൾ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു ക്യൂ സ്ക്വയർ, പിന്നെ ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ടി ആണ്, അത് മൈനസ് ആൽഫ എന്നായിട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഫ്രം ദിസ് ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ ക്യൂ സീക്വൽ ടു എന്ത് കിട്ടും, റൂട്ട് ഓഫ് എം കെ ഇൻറ്റു 2 ആൽഫ ഡിവൈഡഡ് ബൈ കെ മൈനസ് ക്യൂ സ്ക്വയർ ഓൾ റെസ്റ്റ് ടു 1/2 എന്ന് എഴുതാം. ഫ്രം ദിസ് ഡബ്ല്യു സീക്വൽ ടു ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എം കെ 2 ആൽഫ ഡിവൈഡഡ് ബൈ കെ മൈനസ് ക്യൂ സ്ക്വയർ ഓൾ റെസ്റ്റ് ടു 1/2 ഇൻറ്റു ഡി ക്യൂ പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റിഗ്രേഷൻ ഞാൻ തൽക്കാലം 0 ആക്കി എടുക്കുകയാണ്. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം കെ 2 ആൽഫ ഡിവൈഡ് ബൈ കെ മൈനസ് ക്യൂ സ്ക്വയർ ഓൾ റെസ്റ്റ് ടു 1/2 ഇൻറ്റു ഡി ക്യൂ എന്ന് എഴുതാം. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുണ്ട് മൈനസ് ആൽഫ ടി പ്ലസ് ഡബ്ല്യു എന്നതാണ്. സോ ഡബ്ല്യുക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് എന്നാണ് ഇതിൻ്റെ സൊല്യൂഷൻ. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം കെ 2 ആൽഫ ഡിവൈഡഡ് ബൈ കെ മൈനസ് ക്യൂ സ്ക്വയർ ഓൾ റെസ്റ്റ് ടു 1/2 ഡി ക്യൂ മൈനസ് ആൽഫ ഇൻറ്റു ടി എന്ന് കിട്ടി. ഇനി ബീറ്റ സീക്വൽ ടു, അക്കോർഡിംഗ് ടു എച്ച് ജെ തിയറി, ബീറ്റ സീക്വൽ ടു ഡോ എസ് ഡിവൈഡ് ബൈ ഡോ ആൽഫ. സോ ബീറ്റ സീക്വൽ ടു റൂട്ട് ഓഫ് എം കെ
ഇൻ്റഗ്രൽ ഡോ ഡിവൈഡഡ് ബൈ ഡോ ആൽഫ 2 ആൽഫ ഡിവൈഡ് ബൈ കെ മൈനസ് ക്യൂ സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഡി ക്യൂ മൈനസ് ഇൻറ്റു ടി. ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ടി പ്ലസ് ബീറ്റ റൂട്ട് ഓഫ് എം കെ ഇൻ്റഗ്രൽ ഇതിന് ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 2 ആൽഫ ഡിവൈഡ് ബൈ കെ മൈനസ് ക്യൂ സ്ക്വയർ ഇൻറ്റു 2 ഡിവൈഡ് ബൈ കെ ഇൻറ്റു ഡി ക്യൂ. 2 ക്യാൻസൽ ചെയ്തു, കെയും ഇവിടുത്തെ കെയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടി പ്ലസ് ബീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് എം ഡിവൈഡഡ് ബൈ കെ ഇൻ്റഗ്രൽ 1/2 ആൽഫ ഡിവൈഡ് ബൈ കെ ഇവിടെ സ്ക്വയർ കേട്ടോ, കാരണം റൂട്ട് എക്സിൻ്റെ ഡിഫറൻഷ്യൽ 1/2 റൂട്ട് എക്സ് ആണ്, മൈനസ് ക്യൂ സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഇൻറ്റു ഡി ക്യൂ. ഇനി ഇൻ്റഗ്രൽ 1/√ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് ബൈ എ ആണ്, സൈൻ ഇൻവേഴ്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊടുക്കാം. അതുപോലെ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ എം കെ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എം എന്നാണ് ഫോഴ്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം. അപ്പോൾ ഇവിടെ ഇതിങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ റൂട്ട് ഓഫ് കെ ഡിവൈഡഡ് ബൈ എം ടി പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ബീറ്റ എന്ന് കൊടുത്തു. ടി പ്ലസ് ബീറ്റ ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്ത് വരും, സൈൻ ഇൻവേഴ്സ് ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് 2 ആൽഫ ഡിവൈഡ് ബൈ കെ എന്ന് എഴുതാം. So it can be rearranged that Q is equal to root 2 alpha divided by k sin of omega t plus beta. ഇത് ഒമേഗയാണ്, നേരത്തെ ഇവിടെ ചെയ്തത് ഡബ്ല്യു ആണ്, മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ Q is equal to root of 2 alpha k into sin of omega t plus beta. അതായത് Q can be represented as alpha and beta. അതായത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ ക്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആൽഫ ആൻഡ് ബീറ്റ. ദിസ് ഈസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഹാർമോണിക് ഓസിലേറ്റർ. ദറ്റ് ഈസ് ജനറൽ സൊല്യൂഷൻ എന്നാണ് ക്യൂ ഈക്വൽ ടു Q0 ഓഫ് സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പോൾ Q0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ആൽഫ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. 5 എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതൊരു ബീറ്റ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഇത് ആൽഫയും ബീറ്റയും കോൺസ്റ്റൻ്റ് ആണോ നമുക്ക് ഉറപ്പുവരുത്തണം. അതിന് വേണ്ടി നമ്മൾ ആൽഫയും ബീറ്റയും നമ്മൾ കണ്ടെത്തണം. ഇവാലുവേഷൻ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൽഫയും ബീറ്റയും കാണുന്നത്. ഇപ്പോൾ ടൈം ഈക്വൽ ടു 0, ടൈം 0 ആണെങ്കിൽ പാർട്ടിക്കിൾ ദർ ഇസ് നോ മോഷൻ, സോ വെലോസിറ്റി ഈക്വൽ ടു 0. വെലോസിറ്റി 0 ആണെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ദാറ്റ് പർട്ടിക്കുലർ മൊമെൻറ്റം, അതായത് P0 എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ ക്യൂ ഈക്വൽ ടു 2m ആൽഫ മൈനസ് എം കെ ക്യൂ സ്ക്വയർ എന്നുള്ള വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 2m ആൽഫ മൈനസ് എം കെ ക്യൂ സ്ക്വയർ ഓൾ റേസ് ടു 1/2. ഓക്കെ, അപ്പോൾ ടി ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ നമ്മൾ ഇതിൽ കൊടുക്കുകയാണ്. അതിന് മുമ്പ് ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഈക്വൽ ടു ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ ക്യൂ എന്നതാണ്. ഇനി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുകയാണ് ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് P0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് ചെയ്താം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാം, സ്മോൾ പി ഈക്വൽ ടു ഡോ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ ക്യൂ, അങ്ങനെയാണെങ്കിൽ സ്മോൾ പി ഈക്വൽ ടു P0 എന്ന് എഴുതാം. ഫ്രം 0 ഈക്വൽ ടു റൂട്ട് 2m ആൽഫ മൈനസ് കെ ക്യൂ സ്ക്വയർ Q0 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഓൾ റേസ് ടു 1/2. ഇയർ Q ഈക്വൽ ടു Q0, P0 എന്ന് പറയുന്നത് 0 ആണ് ഇനീഷ്യൽ കണ്ടീഷനിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു 1/2 കെ Q0 സ്ക്വയർ. സോ ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് Q0. അതായത് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഇൻ ടേംസ് ഓഫ് Q0. P0 വെച്ച് Q0 വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇവിടെ P0 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. Q0 മാത്രമേ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് വിൽ ബി ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു 1/2 കെ Q0 സ്ക്വയർ. ദെൻ
ഇനി ബീറ്റയുടെ വാല്യൂ കാണാൻ വേണ്ടി ക്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ആൽഫ ഡിവൈഡഡ് ബൈ കെ സൈൻ ഒമേഗ ടി പ്ലസ് ബീറ്റ എന്നതാണ്. 2 ആൽഫ ഡിവൈഡ് ബൈ കെ Q0 ആണ്. സോ ക്യൂസ് ഈക്വൽ ടു Q0 സൈൻ ഒമേഗ ടി പ്ലസ് ബീറ്റ. ഇനി ടി ഈക്വൽ ടു 0 കൊടുക്കുകയാണ്, അപ്പോൾ ക്യൂസ് ഈക്വൽ ടു Q0 ആയിരിക്കും. സോ ഫ്രം ദിസ് ഇക്വേഷൻ Q0 ഈക്വൽ ടു Q0 ഇൻറ്റു സൈൻ ഒമേഗ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ബീറ്റ ഈക്വൽ ടു 1. Here omega beta is equal to pi by 2, then beta is equal to pi divided by 2 omega. അപ്പോൾ ഇവിടെ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് പൈ ഡിവൈഡ് ബൈ 2 ഒമേഗ എന്നതാണ്. ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് Q0² ഡിവൈഡ് ബൈ 2 എന്നതാണ്. ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ രണ്ട് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ പറയുന്നത്. Q0 P0. Q0 ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ട്. P0 എന്ന് പറയുന്നത് 0 ആണ്. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ഹാമിൽട്ടൺ ജാക്കോബി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ക്യൂനെയും പീനെയും നമ്മളൊരു ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. Q0 P0 ദാറ്റ് ഈസ് ആൽഫ, അതായത് Q ഈസ് എ ഫങ്ഷൻ ഓഫ് Q0 P0 എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ആൻഡ് ടൈം ടി. P0നെയും P ഈസ് എ ഫങ്ഷൻ ഓഫ് ആൽഫ ബീറ്റ ആൻഡ് ടി. ആൽഫ ഈസ് എ ഫങ്ഷൻ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ പി കെ, ബീറ്റ എന്ന് പറഞ്ഞാൽ ക്യൂ കെ എന്നതാണ്. where pk is can be written as pk is a function of q0 p0 and qk is considered as qk is a function of q0 p0. ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റെപ്രസെൻറ്റേഷൻ ഹാമിൽട്ടൺ ജാക്കോബി മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. നമുക്കിനി 2-3 പ്രോബ്ലംസ് കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.